പറയാൻ പോകുന്നത് 1970-99 കാലഘട്ടത്തിൽ ജനിച്ചവരെ കുറിച്ചാണ്. ഞാനും ആ കാലഘട്ടത്തിൽ ജനിച്ചതുകൊണ്ട് അഭിമാനത്തോടെയാണ് ഇത് പറയുന്നത്. സ്ലേറ്റിൽ അന്ന് കല്ലു പെൻസിൽ ഉപയോഗിച്ചായിരുന്നു തുടക്കം. പിന്നെ കടലാസു പെൻസിലിൻ്റെയും പേനയുടെയും കാലം. സീലോ, റെയ്നോൾഡ് എന്നിവ. ഏറ്റവും വലിയ പേന ഹീറോ പേനയാണ്. ചെൽപ്പാർക്ക് മഷി ഉപയോഗിച്ച് എഴുതിയിരുന്ന ആ കാലം എങ്ങനെ മറക്കും. ജോമെട്രി ബോക്സ് വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ നടരാജ് കമ്പനിയുടെ ബോക്സായിരുന്നു. സാമ്പത്തികമുള്ളവർ വാങ്ങുക ക്യാമൽ ബോക്സാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഭാഗ്യം ചെയ്തൊരു തലമുറയായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ജനിച്ചവർ. 5 വയസ്സുവരെ അംഗനവാടിയിൽ പോയത് ഞങ്ങൾ മാത്രമാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഉപ്പുമാവ് അതിന് ഒരു പ്രത്യേക രുചിയായിരുന്നു. 4ാം ക്ലാസ് വരെയും നിക്കറിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയത്. പിന്നീട് മുണ്ടായി മാറി. പുസ്തകം കൊണ്ടുപോകുന്നതിന് തുണിസഞ്ചിയും പ്ലാസ്റ്റിക് ബാഗുമാണ് ഉണ്ടാവുക. സാമ്പത്തികമുള്ളവർക്ക് അലുമിനിയം പെട്ടി ഉണ്ടാവും. പുസ്തകത്തിൻ്റെ മുകളിൽ പലതരത്തിലുള്ള റബ്ബർ ബാൻഡും ഇലാസ്റ്റിക് ബാൻഡുമൊക്കെ ഇട്ടാണ് സാമ്പത്തികം ഇല്ലാത്തവർ പുസ്തകം കൊണ്ടുപോയിരുന്നത്. മഴക്കാലത്ത് ഓവുചാലിൽ നിന്ന് മീൻകുട്ടികളെയും വാൽമാക്രി കുട്ടികളെയും പിടിച്ച് കുപ്പിയിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത്. പീടികയിൽ മിഠായി ഭരണികളിലാണ് ഉണ്ടാവുക. കവറില്ലാത്ത മിഠായികൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. പിന്നീട് എക്ലയർ, കോഫി ബൈറ്റ് തുടങ്ങിയവ കവറിലുള്ള മിഠായികൾ വന്നു. മാഷിൻ്റെ അടുത്തു നിന്ന് നുള്ളുമടിയും വാങ്ങാൻ ഭാഗ്യമുണ്ടായവർ. ഒരു പരാതിയും അതിനെപ്പറ്റി ആർക്കും ഉണ്ടായിരുന്നില്ല. അയൽവക്കത്ത് ഒരു കല്യാണമുണ്ടെങ്കിൽ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. എല്ലാ ഭക്ഷണങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. 4 ദിവസം മുമ്പേ മീൻകറി വയ്ക്കും. 2 ദിവസം മുന്നേ അച്ചപ്പം, കുഴലപ്പം, അവലോസുണ്ട പലഹാരങ്ങളും. കല്യാണത്തിന് രാവിലെ എഴുന്നേറ്റ് അയൽവക്കത്തെ ദോശക്കല്ലുകൾ ഉൾപ്പെടെ എല്ലാം എടുത്ത് എല്ലാവർക്കും വേണ്ടിയുള്ള ദോശ ചുടുമായിരുന്നു. ഉച്ചത്തെ ആഹാരം വിളമ്പാനായി വാഴയിലകൾ വെട്ടിക്കൊണ്ടുവരും. പത്രാസ് കാണിക്കുവാനായി കുറച്ച് പേപ്പർ പ്ലേറ്റും ഉണ്ടാവും. കല്യാണ വീടിൻ്റെ വാതിൽക്കൽ ഓല കൊണ്ടുള്ള കമാനം തീർത്തിരുന്നു. 75% കുട്ടികളും ഉപയോഗിച്ചിരുന്നത് പഴയ പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾക്കകത്ത് മയിൽപ്പീലികൾ സൂക്ഷിച്ചിരുന്നു. അത് പ്രസവിച്ച് പെറ്റുപെരുകുമെന്നും വിശ്വസിച്ചിരുന്നു. ആദ്യം എഴുത്തു പഠിക്കുന്നത് ആശാങ്കളരിയിൽ, അതും മണലിലും മോലയിലും എഴുതി. മുഴുവൻ അക്ഷരങ്ങളും പഠിച്ച ശേഷം ആശാനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു സദ്യയും കൊടുക്കും. അതിനുശേഷം നഴ്സറി സ്കൂളുകളിലേക്ക്. LKG UKG അന്നില്ല. പിന്നീടാണ് 1ാം ക്ലാസ്സുകളിലേക്ക് പോകുന്നത്. വാഴയിലയിൽ, തേക്കിൻ്റെ ഇലയിൽ, മൺചട്ടിയിൽ മീൻ വാങ്ങിച്ചിരുന്ന കാലം. മിക്ക വീടുകളിലും വൈദ്യുതി ഇല്ലായിരുന്നു. മണ്ണെണ്ണ വെളിച്ചമായിരുന്നു ശരണം. പെട്രോൾ മാക്സുകൾ, ചിമ്മിനി വിളക്കുകൾ, റാന്തൽ, ചെറിയ നിലവിളക്കുകൾ, കുപ്പിക്കകത്ത് തിരിയിട്ട വിളക്ക്. അങ്ങനെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോ വീടുകളിലും ക്രമീകരിച്ചിരുന്നു. തെങ്ങിന് ഒല കൊണ്ട് മേൽക്കൂര മേഞ്ഞ വീടുകളോ പനമ്പട്ടയാൽ മേഞ്ഞ വീടുകളോ ഓടിട്ട വീടുകളോ ആണ്. ചില സാമ്പത്തികമുള്ളവർ ആസ്ബറ്റോസ് ഷീറ്റ് ഉപയോഗിച്ചും മേൽക്കൂര പണിതിരുന്നു. ചാണകം ഉപയോഗിച്ച് തറമെഴുകുമായിരുന്നു. സാമ്പത്തികമുള്ളവർ റെഡ് ഓക്സൈഡ് അഥവാ കാവി, സിമൻ്റ് ഉപയോഗിച്ച് വീടിൻ്റെ റൂമുകളുടെ തറ അലങ്കരിച്ചിരുന്നു. പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് അത് കെട്ടിത്തരുന്നത് ചാക്കുനൂലിലാണ്. ബേക്കറികളിൽ കുപ്പികളിൽ നിറഞ്ഞിരിക്കുന്ന ബിസ്ക്കറ്റുകൾ പലതരത്തിലുള്ളത്. കൂടാതെ പപ്സ്, സീറ്റിന, ഏത്തക്കാപ്പം, ബോണ്ട, സുഗിയൻ, ലഡു, ജിലേബി, ബണ്ണ്, ഉഴുന്നുവടയും മാത്രം ലഭിച്ചിരുന്ന ഒരു കാലം. ഹോട്ടലുകളിൽ പൊറോട്ട ലഭിച്ചിരുന്നു. മുട്ടക്കറി, കടലക്കറി, ബീഫ് കറി. സാധാരണക്കാർ പൊറോട്ടയോടൊപ്പം ഉള്ളിക്കറിയോ ബീഫ് കറിയുടെ ചാറോ ഒരു പീസ് എങ്ങനെയെങ്കിലും വീഴണേ എന്ന് പ്രാർത്ഥിച്ച ഒരു കാലം. റേഡിയോയുടെ ആവിർഭാവം. പോക്കറ്റ് റേഡിയോകൾ, വാൽവ് റേഡിയോകൾ എന്നിങ്ങനെ. ആകാശവാണി ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ടേപ്പ് റെക്കോർഡർ ചെറുതും വലുതുമായ പല സൈസുകളിൽ. കാറുകളിൽ പ്രീമിയർ പത്മിനി, അംബാസഡർ, ജീപ്പ് മഹേന്ദ്രയുടെ, ലോറി ടാറ്റ, അശോക് ലേലൻഡ്, ടെമ്പോ സാധാരണക്കാരൻ്റെ ലോറി, ഹീറോ, ഹെർക്കുലീസ് തുടങ്ങിയ കമ്പനികളുടെ സൈക്കിൾ. റെഡിമെയ്ഡ് ഷർട്ടുകൾ ഇല്ലാതിരുന്ന ഒരു കാലം. ബോംബെ ഡൈയിങ്, തുണിത്തരങ്ങളുടെ രാജാവ്. ഉപജീവനമാർഗമായി തയ്യൽ നടത്തിയിരുന്ന അനേകം ആളുകൾ നാട്ടിൻപുറത്തുണ്ടായിരുന്നു. ആളുകൾ തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു. കുടുംബങ്ങൾ തമ്മിലും. പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങി എല്ലാം അയൽ വീടുകളിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ഒരു കാലം ഇരിക്കുമായിരുന്നു. കുട്ടികൾ തോർത്തുമുണ്ടുപയോഗിച്ച്, വലിയവർ ചൂണ്ടയിട്ട്, മഴക്കാലത്ത് കൂട്, വല എന്നിവ ഉപയോഗിച്ചും. 90% പേർക്കും നീന്താൻ അറിയുന്ന ഒരു കാലം. സോഡ വാങ്ങാൻ 10 പൈസകൾ സ്വരുക്കുട്ടി 1 രൂപയാവാൻ കാത്തു നിൽക്കുന്ന ജീരക സോഡ ആഡംബരമായിരുന്ന ഒരു കാലം. TV യിൽ ക്ലിയർ കൂട്ടാൻ ഓടിൻപുറത്ത് കയറി ഏരിയൽ തിരിച്ചിരിച്ച് ജീവിതം മടുത്തിരുന്ന കാലം.
ക്രിക്കറ്റ് മാച്ച് DD2-ൽ മാത്രം നീളം കൂടിയ മുളയിൽ ആൻറ്റിന വെച്ച് കെട്ടി ഉയർത്തി ഫുൾ കുത്തുകുത്തുള്ള ഡിസ്പ്ലേ ആയിട്ടും ആവേശത്തോടെ 50 ഓവർ മാച്ച് ഫുള്ളായി കണ്ടവർ, സൈക്കിൾ വാടകയ്ക്കെടുത്ത് മണിക്കൂറിന് പൈസ കൊടുത്ത് അവധി ദിവസം കറങ്ങിയവർ, സൈക്കിളിൽ വരുന്ന ഐസുകാരൻ എന്ന ഹീറോ, 5 പൈസയുടെ കളർ ഐസ്, 15 പൈസയ്ക്ക് കിട്ടുന്ന സേമിയ ഐസ്, ഒരു മുന്തിരിങ്ങ വെച്ച ഐസിന് 25 പൈസ, കപ്പ് ഐസിന് 1 രൂപ. മഴക്കാലത്ത് പാരഗൺ, ലൂണാർ, ഹവായ് ചെരുപ്പിട്ട് നടന്ന് മുണ്ടിൻ്റെയും ഷർട്ടിൻ്റെയും പിന്നിൽ ചളി കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കി നടന്നവർ, ഹവായ് ചെരുപ്പ് മാറ്റി പ്ലാസ്റ്റിക് ചെരുപ്പ് കിട്ടാൻ കൊതിച്ച കൗമാരം, നീളൻ കുട മാറ്റി മടക്കുന്ന കുട കിട്ടാൻ കൊതിച്ചത്, കല്യാണത്തിന് വരൻ്റെ അല്ലെങ്കിൽ വധുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ജീപ്പിൻ്റെ പുറകിൽ തൂങ്ങി നിന്ന് പോകുമ്പോഴുള്ള ഒരു നിർവൃതി, മുറ്റത്ത് ചക്രവണ്ടി ഉരുട്ടി കളിച്ചും പമ്പരം കറക്കിയും ഗോട്ടി കളിച്ചും വളർന്ന ഞങ്ങളുടെ ബാല്യം വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ ഗെയിമുകളിലേക്കും താമസിയാതെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലെ ഗെയിമുകളിലേക്കും മാറുകയായിരുന്നു. ബാലരമയും പൂമ്പാറ്റിയും ബാലഭൂമിയും ബാലമംഗളവും വായിച്ചു വളർന്ന ഞങ്ങളുടെ ഇടയിലേക്കാണ് ശക്തിമാനും സ്പൈഡർമാനും കടന്നു വരുന്നത്. പ്രായമായവർ മലയാള മനോരമ, മംഗളം തുടങ്ങിയ മാസികകൾ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടന്നു. ബുദ്ധിജീവികൾ ഭാഷാപോഷിണി വായിച്ചു. ഗവാസ്കറിനെയും കപിലിനെയും സച്ചിനെയുമൊക്കെ അനുകരിച്ച് ക്രിക്കറ്റ് കളിച്ചതും ഞങ്ങളാണ്. ഇംഗ്ലീഷ് ആൽഫാബറ്റുകൾക്ക് മുൻപ് മലയാളം അക്ഷരമാല പഠിക്കാൻ അവസരം ലഭിച്ച അവസാന തലമുറ ഒരുപക്ഷെ ഞങ്ങളുടേതാകും. റേഡിയോയിൽ വരുന്ന പാട്ടുകൾ കാസറ്റുകളിൽ അവസാനമായി റെക്കോർഡ് ചെയ്തതും ഞങ്ങളായിരിക്കും. സോണി കമ്പനിയുടെ കാസറ്റ് ആയിരുന്നു ഇതിൽ മുൻപൻ. VCR, VCP തുടങ്ങിയവ ഉപയോഗിച്ച് വീടുകളിൽ സിനിമ കണ്ടിരുന്നു. സാധാരണക്കാർ പള്ളിപ്പെരുന്നാളിനും അമ്പലങ്ങളിലും ക്ലബ്ബുകളിലും വലിയ തുണി സ്ക്രീനിൽ വല്ലപ്പോഴും പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിനായി കാത്തിരുന്നു. ആ റേഡിയോ പിന്നെ വാക്മാനും ഐപോഡിനും വഴിമാറിയത് ചരിത്രം. കമ്പ്യൂട്ടർ യുഗം വളർന്നതും മൊബൈൽ ടെക്നോളജി വളർന്നതും ഞങ്ങൾക്കൊപ്പമായിരുന്നു. ഡിജിറ്റൽ കളർ ഫോണുകൾ, ജാവ സിംബൈൻ ഫോണുകൾ, ആൻഡ്രോയിഡ്, വിൻഡോസ് ഫോണുകൾ എല്ലാം ഞങ്ങൾ ആസ്വദിച്ചു. ഞായറാഴ്ചകളിൽ വൈകുന്നേരം തൊട്ടടുത്ത വീട്ടിൽ പോയി കണ്ടിരുന്ന TV സ്വന്തം വീടുകളിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും പിന്നെ ടാബ്ലറ്റുകളിലേക്കും വഴിമാറിയത് വളരെ പെട്ടെന്നായിരുന്നു. പഠിക്കുന്ന സമയങ്ങളിൽ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയോട് തോന്നിയ പ്രണയം ആദ്യം പ്രണയലേഖനങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ SMS-കളിലൂടെയും കൈമാറാൻ സാധിച്ചത് ഞങ്ങൾക്കാണ്. ബുക്ക് നോക്കിയും ഗൂഗിൾ നോക്കിയും ഞങ്ങൾ പഠിച്ചു. ആദ്യം പേപ്പറുകളിലും പിന്നീട് കമ്പ്യൂട്ടറുകളിലും പരീക്ഷ എഴുതി. വളരെയേറെ മാറ്റങ്ങൾ കണ്ടു വളർന്നതാണ് ഞങ്ങളുടെ ഈ തലമുറ. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ ഞങ്ങൾ പറയും, ഞങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചവരാണ്.